നീ വല്ലാതെ കറുത്തു പോയല്ലോ, മുരിങ്ങക്കോല് തോറ്റുപോകുമല്ലോ നിന്നെ കണ്ടാൽ. ഇതെന്താ മാംസപിണ്ഡമാണോ? മുടിയെല്ലാം കൊഴിഞ്ഞ് മൊട്ടത്തലയാകുകയാണല്ലോ. ഈ ഭാഗമെല്ലാം വലുതായിട്ടാണല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചെറുതായി പോയല്ലോ. അച്ഛൻ്റെ അമ്മയുടെ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല മക്കൾക്ക്, കണ്ണി കാണാൻ പോലും ഇല്ലല്ലോ. ഓരോ ദിവസം ചെല്ലുന്തോറും നീ അങ്ങ് നീളം കുറഞ്ഞു വരുവാണോ? നീ തടിച്ച് വീർത്തുകൊണ്ടിരിക്കുകയാണോ? ഒരാളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളെ പരിഹാസ വിഷയമാക്കുന്ന കമൻറ്റുകൾ ഇനിയെങ്കിലും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ മേൽപ്പറഞ്ഞ കമൻറ്റുകളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ ബോഡി ഷെയ്മിംഗ് ആണെന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പലതും അതിൻ്റെ യഥാർത്ഥ എസൻസോടു കൂടി തന്നെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തോടു കൂടി തന്നെയാണോ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്, അതിനെക്കുറിച്ചിട്ട് ആളുകൾ മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തെറ്റായ രീതിയിലാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ഒരു യുദ്ധം, അതായത് അതിനെ അശ്ലീല യുദ്ധം എന്ന രീതിയിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം അശ്ലീല പദപ്രയോഗങ്ങളും ദ്വയാർത്ഥങ്ങൾ കൊണ്ടുമൊക്കെ ഒരാളെ എത്രയോ മോശമായിട്ട് ചിത്രീകരിക്കാമോ അത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത്തരം കമൻറ്റുകൾ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ഇടുമ്പോൾ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള നിയമ സംവിധാനങ്ങളോ അവരെ ബാൻ ചെയ്യാനായിട്ടോ ഇല്ലാത്ത ഐഡികളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പലതരത്തിലുള്ള മോശം കമൻറ്റുകൾ ഇടുകയും, ഇത് ഹണി റോസ് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അവർ ചില വലിയ കാര്യമായി ഇടുന്ന ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടുമ്പോൾ അവർ എത്രത്തോളം വേദനിക്കുന്നു എന്നതിനെയൊക്കെ കുറിച്ചിട്ട് പലപ്പോഴും ഇത് കണ്ണു തുറക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ കേസും അറസ്റ്റും ജയിലിലേക്ക് ഇടലുമൊക്കെ. എത്ര കൊമ്പനായ ആളായാലും നിയമത്തിൻ്റെ മുമ്പിൽ ഒറ്റ രീതികളേ ഉള്ളൂ എന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന, ഒറ്റ നീതിയേ ഉള്ളൂ, ഒറ്റ നിയമമേ ഉള്ളൂ, ഒറ്റ ശിക്ഷയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനം പോകുന്നു. പോലീസ് അത് കൃത്യമായിട്ട് ഇടപെടുന്നു എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു മോട്ടിവേഷനായിട്ട് എടുക്കണം. ഞാൻ ഈ ചർച്ചകളിൽ പലപ്പോഴും ആളുകൾ പറയാതിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. ശരിക്കും എന്താണ് ബോഡി ഷേമിംഗ്? ഒരാളുടെ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അത് ചിലപ്പോൾ വണ്ണമാകാം, ഉയരമാകാം, നിറമാകാം, മുടിയാകാം, അവരുടെ എന്തെങ്കിലും അവയവങ്ങളുടെ വലിപ്പമാകാം, ശബ്ദത്തിൻ്റെ പ്രത്യേകതയാകാം, പ്രായമാകാം, അസുഖമാകാം, വേഷമാകാം, അങ്ങനെ എന്തുമാകാം. അതിൻ്റെ എല്ലാം പേരിൽ ഒരാളെ വിലയിരുത്തുക, കളിയാക്കുക എന്നത്, അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ ആണ് ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ആളുകൾ ബോഡി ഷെയ്മിംഗ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് ആ വ്യക്തിയുടെ വ്യക്തി വൈകല്യമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരാളുടെ ആത്മവിശ്വാസം തകർക്കുക, സ്വന്തം ശരീരത്തെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുക, ഒരാളിൽ അപകർഷതാബോധം കൂട്ടുക, മാനസിക സമ്മർദ്ദമുണ്ടാക്കുക, ചിലപ്പോൾ അവരെ ആത്മഹത്യയിലേക്ക് തന്നെ തള്ളിവിടുക. ഇതൊക്കെ ഒരു വിനോദമാണ്. മാത്രമല്ല ഇത്തരത്തിൽ ബോഡി ഷെയ്മിംഗ് നടത്തുന്നവർക്ക് EQ അഥവാ ഇമോഷണൽ ഈക്വൻറ്റ് വളരെ കുറവായിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല. അതുപോലെ ചിലർക്ക് സ്വയം തോന്നുന്ന അരക്ഷിതാവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗമാണ് ബോഡി ഷേമിംഗ്. പിന്നെ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നുള്ള കാര്യത്തിൽ സമൂഹം എല്ലാ ജെൻഡറിനും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളും പ്രതീക്ഷകളും ഒക്കെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് രസമാണ്. ഉദാഹരണത്തിന് ഭംഗിയുള്ളവർ എന്ന് വെച്ചാൽ മെലിഞ്ഞവരും വെളുത്തവരുമായ ചർമ്മമുള്ളവരാണെന്നാണ്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഉയരമുള്ളവരായിരിക്കരുത് എന്നുണ്ട്. സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടാകരുത്. എന്നാൽ പുരുഷന്മാരായാൽ താടിയും മീശയും മുടിയും ഒക്കെ വേണം. സ്ത്രീകളെക്കാൾ ഉയരവും പേശി ബലവും വേണം. നല്ല മസിൽ ബിൽഡിങ്ങും ഒക്കെ വേണം. ഇങ്ങനെ തുടങ്ങിയ സാമൂഹിക പ്രത്യാശാസ്ത്രവുമായി ആരെങ്കിലും പൊരുത്തപ്പെടാതിരിക്കുമ്പോൾ അവിടെ ബോഡി ഷെയ്മിംഗ് ഉടലെടുക്കുന്നു. ഇതൊരു വ്യക്തിയെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നതിനും ഏകാന്തത അനുഭവിക്കാനായിട്ടും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കുമൊക്കെ നയിക്കും. ബോഡി ഷെയ്മിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എല്ലായിടത്തും ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ ജനിച്ചു വളർന്ന വീട്ടിലും നാട്ടിലും, അയാൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ക്ലാസ്സിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ ചെന്ന് കയറുന്ന ഇടങ്ങളിലുമൊക്കെ ബോഡി ഷെയ്മിംഗ് ഉണ്ട് പല രീതിയിൽ. അതിന് ജെൻഡർ വ്യത്യാസമില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ബോഡി ഷെയ്മിങ്ങിന് ഇരയാകുന്നുണ്ട്. എത്രയോ പ്രമുഖരായ ആളുകളാണ് ബോഡി ഷെയ്മിംഗ് മൂലം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ ഓസ്കാർ വേദിയിൽ വെച്ച് നടൻ വിൽ സ്മിത്ത് അവതാരകൻ ക്രിസ് റോക്കിൻ്റെ കർണത്തിന് അടിച്ചൊരു സംഭവം ഭയങ്കര ചർച്ചയായിരുന്നു. വിൽ സ്മിത്തിൻ്റെ ഭാര്യ ജെയ്ഡയുടെ രോഗത്തെപ്പറ്റി ക്രിസ് നടത്തിയ പരാമർശത്തിനാണ് അടിയിൽ കലാശിച്ചത്. അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡാർഫിസം എന്ന അസുഖം ബാധിച്ച കോണ്ടൻ ബോയസ് എന്ന ബാലൻ കളിയാക്കൽ സഹിക്കാതെ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് കരഞ്ഞു പറയുന്നൊരു വീഡിയോ ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ടും ആളുകളുടെ മനോഭാവത്തിൽ മാറ്റങ്ങളില്ല എന്നതാണ് സങ്കടകരമായ സത്യം. എന്തായാലും നിങ്ങൾക്കെതിരെ ഒരാൾ നിരന്തരമായി ബോഡി ഷെയ്മിംഗ് നടത്തുമ്പോൾ എല്ലാം ക്ഷമിച്ച് ഡിപ്രസ്സായി മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇത്തരം കേസുകളിലൂടെ നമ്മൾക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു.
പിന്നെ നിയമങ്ങളിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് കല്യാണം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിൽ കഴിയുന്ന സ്ത്രീയെ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ബോഡി ഷെയ്മിങ് ചെയ്തത് ഗാർഹിക പീഡനത്തിന് തുല്യമാണ് എന്ന് ഹൈക്കോടതിയുടെ വിധി. ഇതുപോലെ പല നിയമങ്ങളും ഇനി പ്രാബല്യത്തിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ പലർക്കും ഉണ്ടാക്കുന്ന കളിയാക്കൽ പ്രവണതയും നാക്കിൻ്റെ ചൊറിച്ചിലുമൊക്കെ താനെ അങ്ങ് അവസാനിക്കും. പിന്നെ മറ്റുള്ളവർ നമ്മളോട് നന്നായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന് നമ്മൾ വാശിയൊന്നും പിടിക്കരുത്. അത് മണ്ടത്തര. കാരണം സംസ്കാരമില്ലാത്ത കുറേ പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവരെയൊക്കെ നന്നാക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരോട് ദേഷ്യമല്ല, മറിച്ച് സഹതാപമാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ബോഡി ഷെയ്മിങ്ങിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ്. സെൽഫ് ലവിൻ്റെ കവചം കൊണ്ട് നമ്മളെ തന്നെ പൊതിയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പുറമേ കാണുന്ന സൗന്ദര്യത്തിനും ശരീരഭംഗിക്കും സൗന്ദര്യത്തിനും അപ്പുറം നമ്മളിലുള്ള കഴിവുകളെ കണ്ടെത്തുക, അതിൽ വിശ്വസിക്കുക, ആ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുക. ആനകൾ നടക്കുമ്പോൾ പട്ടികൾ കുരയ്ക്കും. അത് ആനയ്ക്ക് കുറവുള്ളത് കൊണ്ടല്ല, പട്ടികൾക്ക് ആനയെപ്പോലെ വളരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ആന പട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ആനയ്ക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ല. അതുപോലെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ, അവർ പറയുന്ന കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്താൽ നഷ്ടപ്പെടുന്നത് നമ്മളുടെ സമയവും സന്തോഷവുമാണെന്ന് ഓർക്കുക. അതോടൊപ്പം ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവരെ അവരായി തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ശരീരവും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് പരാമർശങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. അപ്പോൾ മാത്രമേ നമ്മളും യഥാർത്ഥ മനുഷ്യരാകുള്ളൂ. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.